നമസ്കാരം. ശരീരത്തിലെ വിവിധ അവയവങ്ങളിലേക്കും കോശങ്ങളിലേക്കും ശരിയായ രീതിയിലുള്ള ഓക്സിജനും പോഷണങ്ങളും ഒക്കെ എത്തിക്കുന്നത് രക്തചംക്രമണം അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ശരിയായി നടക്കുമ്പോഴാണ്. അതൊരു പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. അതുപോലെ ശരീരത്തിലുണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടാനും ശരിയായ രക്തചംക്രമണം നടക്കേണ്ടത് ആവശ്യമുണ്ട്. എന്നാൽ ബ്ലഡ് സർക്കുലേഷൻ ശരിയായിട്ട് നടന്നിട്ടില്ലെങ്കിൽ പേശിവേദന, മരവിപ്പ്, തരിപ്പ്, സന്ധികളിലുണ്ടാവുന്ന വേദന, ദഹന പ്രശ്നങ്ങൾ എന്നീ പ്രശ്നങ്ങളൊക്കെ നമ്മളെ തുടർച്ചയായിട്ട് അലട്ടിക്കൊണ്ടിരിക്കും. രക്തചംക്രമണം നന്നായിട്ട് നടക്കാൻ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ നല്ലതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് യോഗാസനാസ് അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ചില ആയുർവേദ ഹെർബുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഈ വീഡിയോയിൽ നമുക്കൊന്ന് നോക്കാം. അതിൽ പ്രധാനമായിട്ട് ഒന്നാമതായി പറയുന്നത് കുടങ്ങൾ എന്നുള്ളതാണ്. സെൻഡില്ല ഏഷ്യാറ്റിക്ക എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന കുടങ്ങലിന് ഒരുപാടേറെ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളുണ്ട്. ആയുഹു പ്രധാന്യാമയ നാശനാനി ബല അഗ്നി വർണ്ണ സ്വരവർദ്ധനാനി മേദ്യാനി ചൈതാനി രസായനാനി എന്നുള്ളത് ചരക സംഹിതയിൽ പറയുന്നുണ്ട്. ഇത് മണ്ഡൂകപർണസ്യ സ്വരസ പ്രയോഗം അല്ലെങ്കിൽ ഈ കുടങ്ങലിൻ്റെ നീര് ഉപയോഗിച്ചിട്ട് സ്വരസ ഉപയോഗിച്ചിട്ടുള്ള ചില പ്രയോഗങ്ങൾ അത് എന്തിനൊക്കെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പ്രധാനമായിട്ടും ഇതിൽ രക്തവഹ സ്രോതസ് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് ചാനൽസിനെയൊക്കെ തന്നെ ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇത് നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ശരിയായിട്ടുള്ള ഒരു യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. നമുക്ക് പ്രായമാകുന്നതിനനുസരിച്ച് വരുന്ന ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് പതിയെയാക്കുന്നു എന്നുള്ളതും വളരെ നല്ലൊരു രസായന കൂട്ടായിട്ട് ഒരു മേധി രസായനമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ തലച്ചോറിലെ ഞരമ്പുകളെയൊക്കെ തന്നെ നന്നാക്കാൻ സഹായിക്കുന്നതാണ്. അവിടെയുള്ള സർക്കുലേഷനൊക്കെ കൂട്ടാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ബുദ്ധി ബലം അല്ലെങ്കിൽ ശരീരബലം, ശരീരകാന്തി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഇതിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. എന്നാൽ കുടങ്ങലിന് ഈ ഗുണങ്ങൾ മാത്രമല്ല കേട്ടോ, കഫപിത്ത വികാരങ്ങളെ ശമിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നു. വളരെ മൂത്രളമായിട്ടുള്ളതാണ്. ഹൃദയത്തിന്റെ സങ്കോച വികാസക്ഷമത വർദ്ധിപ്പിക്കുന്നുണ്ട്. സപ്തധാതുക്കളെ പുഷ്ടിപ്പെടുത്താനും വാർദ്ധക്യം അകറ്റി നിർത്തുന്ന ഒരു ഔഷധമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള ബ്രമോസൈഡ് എന്ന രാസവസ്തു നിദ്രയുണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപസ്മാരത്തിലും ഒക്കെ തന്നെ ഇത് ഉപയോഗിക്കുന്നു. വളരെ നല്ലൊരു ഔഷധമാണ്. ചർമ്മരോഗങ്ങൾക്കും വളരെ ഉത്തമമാണ്. കൊച്ചുകുട്ടികൾക്ക് ഈ സസ്യം സമൂലം പിഴിഞ്ഞെടുത്ത് സ്വരസം 1/2 ഔൺസ് വീതം എടുത്ത് വെണ്ണ ചേർത്ത് ദിവസവും രാവിലെ പതിവായി കൊടുക്കുന്നത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. അപസ്മാരം, ഉന്മാദം രോഗങ്ങളിൽ ഒക്കെ തന്നെ വളരെ നല്ലതാണ്. രോഗം കാര്യമായി ശമിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. ഈ ഔഷധം കൽക്കമായും രസമായും അതായത് സ്വരസയായിട്ടൊക്കെ എടുത്തിട്ട് നെയ്യ് കാച്ചി പതിവായി 10 ഗ്രാം വീതം 2 നേരം കഴിച്ചാൽ ശരീരശക്തി ബുദ്ധിശക്തിയൊക്കെ വർദ്ധിപ്പിക്കും. അതുപോലെ ചർമ്മരോഗത്തിലോ വ്രണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലോ ഒക്കെ തന്നെ നന്നായിട്ട് അരച്ച് പുരട്ടിയിടുന്നതോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ കാച്ചി ഇത്തരം ഭാഗങ്ങളിൽ തേക്കുന്നതോ ഒക്കെ തന്നെ ഈ ഒരു പ്രശ്നത്തെ നന്നായിട്ട് ശമിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ കുടങ്ങൽ എന്നുള്ളത് ഹൃദയത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നത് കൂടെ തന്നെ ഇതുപോലുള്ള ഒരുപാടേറെ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളും കൂടെ അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തേത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് ശരീരത്തിലെ രക്തചംക്രമണം വർദ്ധിക്കാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിലെ അല്ലിസിൻ എന്നുള്ളൊരു കോമ്പൗണ്ടാണ് ഇതിന് സഹായിക്കുന്നത്. നമ്മളിതിന് മുൻപ് പറഞ്ഞിട്ടുള്ള വെളുത്തുള്ളി പാൽക്കഷായം, ലിഷുനട്ട് ക്ഷീരഭാഗയില്ലേ, അതൊക്കെ തന്നെ എന്തൊക്കെ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നു, എന്തിനൊക്കെ സഹായിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മുടെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതിന് കൂടെ തന്നെ ഇതിൽ അലിസിൻ ഉൾപ്പെടുന്ന സൾഫർ സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ രക്തക്കുഴലിനെ വികസിപ്പിച്ചെടുക്കാൻ സഹായിക്കുന്നത് വഴി രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നുണ്ട്. ചുവന്നുള്ളിയും ഇക്കാര്യത്തിൽ വളരെ ഫലപ്രദമാണ്. ചുവന്നുള്ളിയിലെ ഫ്ലാവനോയിഡ് ആൻറ്റി ഓക്സിഡൻസുകൾ രക്തചംക്രമണത്തെ പിന്തുണയ്ക്കാനും ആവശ്യമുള്ളപ്പോഴൊക്കെ രക്തക്കുഴലുകളെ വികസിപ്പിക്കാനും കൂടെ സഹായിക്കുന്നുണ്ട്. അതിൽ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്നൊക്കെ സംരക്ഷിക്കാനും ഇതിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതൊക്കെ തന്നെ ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വളരെയധികം സഹായകരമായിട്ടുള്ളതാണ്. മൂന്നാമത്തേത് കറുവപ്പട്ട. ഇത് നമ്മുടെ ഭക്ഷണത്തിന് സുഗന്ധം നൽകാനും മാത്രമുള്ള ഒരു സുഗന്ധവ്യഞ്ജന വസ്തു അല്ല കേട്ടോ. ഇത് രക്തചംക്രമണത്തിന് വളരെയധികം സഹായകരമായിട്ടുള്ളതാണ് കറുവപ്പട്ട. മിതമായ അളവിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളിൽ
സ്ത്രീകളിൽ ഉണ്ടാവുന്ന ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ശരിയായിട്ട് ആർത്തവം ശരിയായിട്ട് നടക്കാണ്ട് വരുന്ന സമയങ്ങളിലോ ഉണ്ടാവുന്ന വേദന, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ മാറ്റാൻ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ത്രീജന്യ രോഗങ്ങളിൽ പറയുന്ന ഒന്നുകൂടെയാണ്. പിന്നെ നമുക്ക് അമിതമായിട്ടുണ്ടാവുന്ന കൊഴുപ്പടിഞ്ഞുകൂടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യാനും എല്ലാം കറുവപ്പട്ട മിതമായിട്ടുള്ള അളവിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതൊന്നും തന്നെ അമിതമായി പോകരുത്. അതുപോലെ തന്നെ നാലാമത്തേത് മാതള നാരങ്ങയാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുള്ള മാതള നാരങ്ങ അല്ലെങ്കിൽ പോമഗ്രാനൈറ്റ് എന്നുള്ളത് നമുക്ക് ബ്ലഡിൻ്റെ കൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ, HP കൗണ്ടൊക്കെ കുറയുകയാണെങ്കിൽ അതിന് നല്ലതാണ് ഉള്ളിലേക്ക് എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്കിൻ കെയർ നോക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ചർമ്മ സംരക്ഷണത്തിന് സഹായിക്കുന്ന വളരെ നല്ല ഒന്നാണ്. അതുപോലെ പോളിഫിനോൾ ആൻറ്റി ഓക്സിഡൻസുകളും അതുപോലെ നൈട്രേറ്റുകളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഹൃദയ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. രക്തചംക്രമണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ശരീരത്തിലെ രക്തധമനികളെ വികസിപ്പിക്കുന്ന വാസോ ഡയലേറ്ററുകളായിട്ട് ഇവ പ്രവർത്തിക്കുന്നുണ്ട്. മാതള നാരങ്ങ ജ്യൂസായിട്ടോ പഴമായോ സപ്ലിമെൻ്റ് ആയോ എല്ലാം കഴിക്കുന്നത് ശരീരത്തിൻ്റെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. പിന്നെ നൈട്രേറ്റുകളുടെ പ്രധാന ഉറവിടമാണ് എന്നുള്ളതാണ് സവിശേഷത. അതുപോലെ സവാള, ഉള്ളി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ തന്നെ ഇത്തരം ഫ്ലാവനോയിഡ്സുകൾ ഉള്ളതുകൊണ്ട് വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. അടുത്തത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് നമ്മൾ ABC ജ്യൂസൊക്കെ തയ്യാറാക്കുന്നതിൽ ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ് ബീട്രൂട്ട്. ബീട്രൂട്ടൊന്നും അമിതമായിട്ട് ഉപയോഗിക്കരുത്. പച്ചക്കറി അമിതമായിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഒക്കെ ഫോം ചെയ്യാൻ സാധ്യത പറയാറുണ്ട്, പ്യൂരിനുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് വളരെ കുറഞ്ഞൊരു എമൗണ്ടിൽ എടുത്താൽ മതി. ഒരു ചെറിയ പീസ് ബീട്രൂട്ടേ നമുക്ക് ഒരു ദിവസം ജ്യൂസ് അടിക്കുന്ന കാര്യത്തിലൊക്കെ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ബീട്രൂട്ടിൽ ധാരാളം നൈട്രേറ്റ്സുകൾ അടങ്ങിയിട്ടുണ്ട്. ഈ നൈട്രേറ്റുകൾ നമ്മുടെ ശരീരത്തിലെത്തിയാൽ നൈട്രിക് ഓക്സൈഡ് ആയിട്ട് മാറും. നൈട്രിക് ഓക്സൈഡ് നമ്മുടെ രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും അതുവഴി മെച്ചപ്പെട്ട ഒരു രക്തചംക്രമണം സാധ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബീട്രൂട്ട് നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സവിശേഷതയാർന്നിട്ടുള്ള ഒന്നാണ്. ബദാം, വാൽനട്ട് പോലുള്ള നട്ട്സുകളൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെയൊക്കെ കുറച്ചു കൊണ്ടുവരാനും അതുപോലെ ശരീരത്തിലുള്ള രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും നീർക്കെട്ട് ബുദ്ധിമുട്ടുകൾ, വേദന, പേശിവേദന ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റാനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ omega-3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുള്ള ഫാറ്റി ഫിഷും മറ്റ് കടൽമീനുകളൊക്കെ ഹൃദയാഘാത സാധ്യത കുറയ്ക്കാനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കുന്ന ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള രക്തക്കുഴലുകളുടെ ക്ലീൻ ചെയ്യാനും അതിൻ്റെ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ്. സൂര്യ നമസ്കാര, ഭുജംഗാസന തുടങ്ങിയിട്ടുള്ള ചില യോഗാസനാസ് ഒക്കെ ശീലിക്കുന്നത് ഇതുപോലെ നമ്മുടെ രക്തചംക്രമണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. എന്നതിന് പുറമെ തന്നെ നമ്മൾ ചില ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ, ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പി അല്ലെങ്കിൽ ലീച്ച് തെറാപ്പിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ സിരാവ്യത, ഇങ്ങനെയുള്ള ദുഷിച്ച രക്തം പുറന്തള്ളിയിട്ടുള്ള അത്തരം രക്തചംക്രമണം കൂട്ടുന്നതൊക്കെ തന്നെ ഇതുപോലെ ഹൃദയ ആരോഗ്യം കൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പുറമെ നമ്മൾ അഭ്യംഗം ചെയ്യുന്നത് ശരീരത്തിലുള്ള ടോക്സിൻസുകളെയൊക്കെ പുറന്തള്ളുന്നതിന് കൂടെ തന്നെ ഇതുപോലെയുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും കൂടെ സഹായിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ഇത്തരം മരുന്നുകളൊക്കെ തന്നെ നിങ്ങളുടെ ബോഡിക്ക് സ്യൂട്ടായിട്ടുള്ളതും അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരപ്രകൃതിക്കും അല്ലെങ്കിൽ രോഗാവസ്ഥയ്ക്കും അനുസരിച്ചിട്ടുള്ള ഓയിലുകളായിരിക്കും തിരഞ്ഞെടുക്കുക. ഇതൊക്കെ ഇതിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് കൂടുതലും ശരീരത്തിൽ കാലുകളിലേക്കൊന്നും ശരിയായ രീതിയിൽ രക്തയോട്ടം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കാലിനും കയ്യിനും ഒക്കെ തന്നെ തരിപ്പ് അനുഭവപ്പെടുകയൊക്കെ ചെയ്യും. അതുപോലെ പേശികളിലുള്ള വേദന കുറയ്ക്കാനും ഇത്തരം തരിപ്പ് ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാനും ഞരമ്പുകൾക്കൊക്കെ ബലം കൂട്ടാനും ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് കൂടെ തന്നെ ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റുകളൂടെ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് വിളർച്ച പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ രക്തയോട്ട കുറവ് ഒക്കെ ശരീരത്തിലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ എള്ളിന് പ്രയോജനപ്പെടുത്താൻ പറ്റും. എള്ളും അതുപോലെ തന്നെ ശർക്കരയും ചേർത്തിട്ടുള്ള മിശ്രിതത്തിലേക്ക് നിങ്ങൾക്ക് ശരീരത്തിലുള്ള ആ ഒരു കാൽസ്യം കുറവൊക്കെ മാറ്റാനും അല്ലെങ്കിൽ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന രീതിയിലുള്ള കരിഞ്ചീരകം കൂടെ ചേർത്തിട്ട് ചുക്കും ചേർത്ത് തയ്യാറാക്കുന്ന ഈ ഒരു മിശ്രിതം വളരെ നല്ലതാണ്. ഇത് ഇടയ്ക്ക് കഴിക്കുന്നത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്കും ഒക്കെ നല്ലതാണ്. അതുപോലെ മുട്ടുവേദന അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ആർത്തവം ശരിയായിട്ട് വരുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിലും
അത്തരം ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കർക്കിടകത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൂട്ടാണ്. നമ്മുടെ പേശികളിൽ ഉണ്ടാകുന്ന വേദന, സന്ധിവേദന, നീര്, ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ സഹായിക്കുന്ന ഒരു കൂട്ടുകൂടെ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ കർക്കിടക മാസത്തിൽ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളെ മാറ്റി നിർത്താൻ സഹായിക്കുന്ന ഒരു കൂട്ടാണ്. ശരീരത്തിൽ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഈ സിമ്പിൾ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ഡയറ്റിൽ കൊണ്ടുവരികയും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ടിപ്സുകളൊക്കെ ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാടേറെ രോഗപ്രതിരോധത്തിനുള്ള മാർഗമായിട്ടും കൂടെ നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.